നമസ്കാരം. പ്രിയപ്പെട്ടവർക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. സത്യം പറഞ്ഞാൽ ഞാൻ ടീച്ചറോ ഡ്രോയിങ് ടീച്ചറോ അങ്ങനെയായിട്ട് പോകേണ്ട ഒരാളായിരുന്നു. ചിത്രരചന സംഭവത്തിലേക്ക് എന്നെ ജോർജ് മാഷാണ് പത്രപ്രവർത്തനത്തിലേക്ക് ആക്കി തന്നത്. അതിൽ കാർട്ടൂൺ ബേസിൽ കയറാൻ വേണ്ടിയിട്ട്. രാജൻ ചെമ്പശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം ഫോറൻസിക് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എന്നെയും കൂടി കൊണ്ടുപോകും. അങ്ങനെ പോയി 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 ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീ, ആ അമ്മയുടെ മരണമാണ് ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് ഫസ്റ്റില്. അന്ന് 10th കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ കിടക്കണം പ്രായം. നമ്മുടെ ഈ ജോലിക്ക് പ്രൊഫഷണലായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ഉണ്ടെങ്കിലും ഫ്രീലാൻസ് ആയിട്ടാണല്ലോ ഇത് എടുക്കുന്നത്. പക്ഷെ നമുക്ക് പ്രൊഫഷണലിസം തന്നെ വേണം എന്ന് പറയും അദ്ദേഹം. കേരളത്തിലെ മരണങ്ങൾ പൊതുവെ ഫോട്ടോസ് നോക്കിയിട്ട് ഇതിനെ താഴ്ത്തുന്നൊരു സ്വഭാവ പ്രക്രിയയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തില്. എന്ന് വെച്ചാൽ ചില കേസുകൾ നടത്താൻ ക്യാഷ് ഇല്ലാതെ, മരിച്ച വ്യക്തിയുടെ ആൾക്കാർക്ക് നടത്താൻ കാശില്ലാതെയോ അതിനൊക്കെ വരുമ്പോൾ അതൊക്കെ തള്ളിപ്പോകും. വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ കാണാൻ ഒരു വല്ലാത്ത രസമാണല്ലേ. അതിൽ തന്നെ ചില പ്രതിസന്ധികൾ, അതിൽ നിന്നുള്ള ഉയർപ്പ്, ഇങ്ങനത്തെ കഥകൾ കൂടി ആ ജീവിതത്തിലുണ്ടെങ്കിൽ അവരെ കേട്ടിരിക്കാൻ, അവരിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാൻ ഒരു പ്രത്യേക സുഖമാണ്. ഇന്ന് അത്തരത്തിലൊരാളാണ് എന്നോടൊപ്പം ഈ ഇത്തിരി നേരം. ഫ്രീലാൻസ് ഫോറൻസിക് ഫോട്ടോഗ്രാഫർ സന്യ കല്ലിങ്കൽ. ഹായ് സന്യ. നമസ്കാരം. നമസ്കാരം. സന്യയെ കാണുന്നതിനേക്കാൾ ഉപരി സന്യയുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഈ പ്രോഗ്രാമിൻ്റെയും എൻ്റെയും ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, വേറിട്ട വഴികളിൽ കൂടെ ചിന്തിക്കുക, അങ്ങനെ സഞ്ചരിക്കുക എന്ന് പറയണത് അത് ശരിക്കും നമ്മൾ എന്താ പറയുക, അതിനൊരു എക്സ്ട്രാ നെർവ് വേണമെന്ന് പറയും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അങ്ങനത്തെ? കാരണം നമ്മൾ ഈ ഫോറൻസിക് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ തന്നെ ഒരു റിസ്ക് ഉള്ള മേഖലയാണ് അല്ലേ. കാരണം അതിൽ നമ്മൾ കുറച്ച് കൂടുതൽ നെഗറ്റിവിറ്റി ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ മരണം, ഇത്തരം കാര്യങ്ങളാണല്ലോ നമ്മൾ ഫേസ് ചെയ്യുക. എന്താണ് ആ ഒരു ഇതിലേക്ക് ഉള്ള കോൾ എന്തായിരുന്നു? ഞാൻ 10th കഴിഞ്ഞിട്ടാണ് പന്നിത്തടം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരുന്നത്. താമസം മാറിയിട്ട് പവർ ടീം. അപ്പോൾ പത്രത്തിൽ പ്രാദേശിക ന്യൂസുകളൊക്കെ എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു ഇതായിട്ടാണ് അവിടെ വന്ന് പെട്ടെ. അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ അത് താല്പര്യമില്ല. പത്രപ്രവർത്തനം റിസ്ക് ഉള്ള പണിയാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് മുന്നോട്ട് റിസ്ക് ഇല്ല. ഇത് അദ്ദേഹത്തിന് അറിയണ്ടായിരുന്നില്ല. സ്റ്റുഡിയോയിൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതിലാണ് രാജൻ ചെമ്പശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ കീഴിൽ കൊണ്ടാക്കിയത്. അവിടെ ഇരുന്നിട്ടുള്ള വർക്കുകളാവൂലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലേക്ക്, അദ്ദേഹം ഫോറൻസിക് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എന്നെയും കൂടി കൊണ്ടുപോകും. അങ്ങനെ പോയി 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 ഒരു ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീ, ആ അമ്മയുടെ മരണമാണ് ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് ഫസ്റ്റില്. അന്ന് 10th കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. +1 കിടക്കണ പ്രായം. അപ്പോൾ സാറുമാരൊക്കെ അവിടെ ഉണ്ട്, ക്രൈമിൻ്റെ ആൾക്കാർ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ചെറിയ കുട്ടികളാണ്ട് കടത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയാണ്, അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ടായി. അതാണ് അപ്പോൾ ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ. അത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇരുന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കരിഞ്ഞൊരു ഭാഗമായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്നുള്ള തുടക്കം. അപ്പൊ അത് ശരിക്കും തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറയണം അല്ലേ? അറിയില്ലായിരുന്നു ഇങ്ങനത്തെ അത്തരം മരണാണെന്ന് അറിയണ്ടായിരുന്നില്ല. മരണമുണ്ട്, അപ്പോ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. ക്യാമറയുടെ ഒക്കെ ഓരോ മേഖലകളുണ്ടല്ലോ ഫോട്ടോഗ്രാഫിയിലെ. വെഡിങ് അല്ലാതെ സ്റ്റുഡിയോ ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലെങ്കിൽ സ്റ്റുഡിയോ സിറ്റിങ് അങ്ങനെയല്ലേ കരുതുക, കല്യാണങ്ങൾ എടുക്കാൻ പോവുക. അതിൻ്റെ ഉപരി ഉള്ള ഒരു വേറിട്ടൊരു വിഭാഗം. അപ്പോൾ അത് സാധാരണ ഇത്തരം ഫോട്ടോഗ്രാഫേഴ്സ് തന്നെയാണോ ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കാൻ പോവുക? അത് താല്പര്യം പലർക്കും കുറവാണ്. ഇതില് ചിലർക്ക് പേടിയുണ്ട്, പിന്നെ ഒരു അറപ്പല്ലാത്തൊരു വേറിട്ടൊരു പ്രതീതി ഉണ്ടാവാറുണ്ട്. ചിലർക്ക് പേടിയ തന്നെയാണ് അത് എടുക്കാനായിട്ട്.
ഇപ്പം ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ പോകും, അത് ഒരുപാട് ചെറിയ പ്രായത്തിലാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ, ഇപ്പം നമ്മളത് ഫോട്ടോ എടുക്കുകയാണ്. ഇപ്പം ഈ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഡീറ്റെയിൽസും എല്ലാം ക്ലിയറായി വരികയും വേണ്ടേ. അങ്ങനെ എന്തെങ്കിലും പതർച്ച തോന്നുന്നു, എന്തെങ്കിലും ചെയ്തുവോ? എനിക്ക് ക്യാമറേനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. നല്ല പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കൂടെ മുന്നിട്ട് പഠിക്കണം എന്ന് വെച്ച് ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ പാസ്പോർട്ട് സൈസിൻ്റെ ഇതൊക്കെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഫോട്ടോഷോപ്പ് വർക്കാണ് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു തന്നെ. അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ക്ലാസ്സിനുപരി അവിടുത്തെ പ്രദേശത്തിൻ്റെതായിട്ടുള്ള തനത് കാര്യങ്ങൾ, ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം, അവിടുത്തെ സംസ്കാരം, അവരുടെ രീതികൾ, അതൊക്കെയാണ് പറഞ്ഞു തന്നെ. എന്നിട്ട് നീ എങ്ങനെയാ വെച്ചാൽ മുന്നോട്ട് പോക്കും, നിന്നെ ഇവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നീ എങ്ങനെ എടുത്താലും ഇവർക്ക് വിരോധമില്ല. എന്നോടും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ വർക്കിൽ പിന്നോക്കാവരുത്. അപ്പോൾ ചെറിയ ഒരു ഇത് മുതൽ വലിയ സംഭവങ്ങൾ വരെ അദ്ദേഹം പറഞ്ഞു തന്നല്ലാതെ നമുക്ക് എക്യുപ്മെന്റ് കയ്യിലെടുത്ത് തന്നിട്ടില്ല. ഇത് എടുക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ക്യാമറ നിക്കോൺ DX40 എടുക്കണത്. കൈയൊക്കെ വറക്കാതെ കൃത്യമായിട്ട് ഓട്ടോ ഫോക്കസിൽ ഇട്ടിട്ട് മാനുവൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ മാനുവൽ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോ ഓട്ടോയിൽ ഇട്ടിട്ട് ഇതാക്കി. പിന്നെ അവിടുന്ന് മാനുവലിൽ തന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങളും എടുക്കാൻ മാനുവലിൽ തന്നെ പറഞ്ഞു തന്നെ. ഓക്കെ, ഇപ്പൊ ഇതിന് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി, ഒരു സ്റ്റുഡിയോ എന്നൊക്കെ ഉള്ള ഒരു കാര്യത്തിലേക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റ് വരാൻ എന്താ കാരണം? സത്യം പറഞ്ഞാൽ ഞാൻ ടീച്ചറോ ഡ്രോയിങ് ടീച്ചറോ അങ്ങനെ ആയിട്ട് പോകേണ്ട ഒരാളായിരുന്നു. ചിത്രരചന ആ സംഭവത്തിലേക്ക് എന്നെ ജോർജ് മാഷാണ് പത്രപ്രവർത്തനത്തിലേക്ക് ആക്കി തന്നത്, അതിൽ കാർട്ടൂൺ ബേസിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പത്രത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ എടുത്ത് വന്നിട്ടാണ് ഇവിടേക്ക് ഈ ദേശത്തേക്ക് വരുന്നത്. ഒരു ബസ് സ്റ്റോപ്പ് തകർത്ത ഒരു സംഭവം, വാഹനാപകടത്തിൻ്റെ. അപ്പോൾ എനിക്ക് ആ ഭാഗത്തുള്ള ന്യൂസുകൾ ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്ന് അവരെന്ന് കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ പരിചയപ്പെട്ടത്. അപ്പോൾ അതിലുപരി അവിടെ തന്നെ സ്റ്റാഫായിട്ട് തുടർന്നു. അമ്മൂമ്മ കരിഞ്ഞിരിക്കണ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് അന്ന് ആ പ്രായം കുറച്ച് ചെറുതുമാണല്ലോ, എന്തെങ്കിലും പേടി വരിക, നമുക്കിപ്പോൾ രാത്രി നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇതിൽ കൂടെയൊക്കെ കടന്നു പോയോ? മാനസികമായിട്ട് ഈ അമ്മാമ്മ എന്തുകൊണ്ടാവും ഇങ്ങനെ ചെയ്തേന്നുള്ള ചിന്തയിലേക്കാണ് പോയത്. അങ്ങനെയുള്ളൊരു ചിന്തയും കാര്യങ്ങളായിരുന്നു. നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഡാഡി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അവരുടെ മക്കളും സ്റ്റാഫുകളും ഒക്കെ കൂട്ടുകാരായതുകൊണ്ട് അവരും ഡാഡി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഏറ്റവും പേരക്കുട്ടിയുടെ പ്രായമുള്ളൂ, എന്നാലും നീ എന്നെ ഡാഡിന്ന് വിളിച്ചാൽ മതി, രാജേട്ടാന്ന് വിളിക്കുമ്പോൾ ഒരു ഇതുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയായി. അപ്പം അദ്ദേഹം ഈ ക്യാമറയുടെ ഇതൊക്കെ ആ സെക്ഷനിലേക്ക് വരുമ്പോൾ എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ എൻ്റേതായിട്ടുള്ള ഇത് പറഞ്ഞു തരും, ഇന്ന ലെവല് ഇന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക, ആ പേടി ഇല്ലാതാക്കുന്ന ആ രീതിയിലാണ് സംസാരിക്കുക. ഇത് കലയാണ്, അപ്പം ആ രീതിയിൽ എടുത്താൽ മതി, വ്യക്തിപരമായിട്ട് കുറേ ചിന്തിച്ച് കൂട്ടണ്ടെന്ന് പറയും. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ ഉൾക്കൊണ്ടുപോയാൽ മതി എന്ന് പറയും. അപ്പോൾ കുഴപ്പം. പക്ഷേ അതൊക്കെ പിന്നീട് വരുന്ന കാര്യമല്ലേ, ഇതിപ്പോൾ ആദ്യത്തതൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറിയ കുട്ടിയല്ലേ? അത് എനിക്കെന്തോ അത് ഈ ചിത്രം വര നിറക്കൂട്ടുകൾ നമുക്കുള്ളത് കൊണ്ടാവാം പ്രശ്നം തോന്നാൻ. ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ബോഡിയല്ലേ വരച്ചു പഠിക്കുക ഫസ്റ്റ്, അവിടുന്ന് നിറങ്ങളിൽ കൂടെ അതിനെ കൊണ്ടുവരില്ലേ. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി ആണെന്ന് തോന്നുന്നു. പക്ഷെ പൂച്ച, കോഴി അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാ. ഈ സംഭവം എനിക്ക് ഇത് മാത്രം എന്താന്നറിയില്ല, പേടിയില്ല. കോഴി പൂച്ചക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഓടും, മേശപ്പുറത്ത് കയറിയിരിക്കും, ഞാൻ ഇറങ്ങില്ല, തൊടും കൂടിയില്ല. ഇപ്പോഴാണോ ഒന്ന് നായക്കുട്ടിയായ പോലെ ഒന്ന് തൊട്ട് നോക്കണത് ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ തുടങ്ങിയിട്ടാ. അതുവരെ എനിക്ക് പേടിയുള്ള ഇതൊക്കെ ഈ സംഭവങ്ങളാ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ജോലിയുടെ ഭാഗമായിട്ട് എന്നുള്ള രീതിയിൽ എടുത്തു പോകുന്നതാണോ ഫോട്ടോസ്, അതോ അല്ലാതെ സ്വന്തമായിട്ടൊരു താല്പര്യം അതിലേക്ക് വന്നോ? പിന്നെ ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ സ്പെസിഫിക്കലി പറയാൻ തുടങ്ങിയോ, ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ തന്നെ വിളിച്ചു? എന്നെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകും. 18 ഏജ് ആവണ വരെ എന്നെ കൂടെ കൊണ്ടുപോയി. പിന്നെ 18 ഏജ് കഴിഞ്ഞപ്പോ നമുക്ക് പ്രൊഫഷണൽ ഏജ് എന്ന് പറയാനായില്ലോ, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ഏജ് എന്ന് പറയാനായി എന്നെ പോലീസുകാരെ കൂടെ വിട്ടയക്കും. അവര് വരും, കൊണ്ടുപോകും. ചിലപ്പോ ആ പ്രദേശത്തുള്ള മെമ്പർമാരോ അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ വന്നിട്ടാവോ ഏൽപ്പിക്കുക. പോലീസ് ഇങ്ങനെ പറഞ്ഞു ഫോട്ടോഗ്രാഫർ വേണം,
അപ്പൊ ഇന്നാള് വരുന്നില്ല വിളിച്ചിട്ട്, അവർക്ക് പേടിയാന്നാ പറയണേ. അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് വരും. വരാൻ താല്പര്യമുള്ള എവിടുന്ന കിട്ടുക, ആളെ എവിടുന്ന കിട്ടുക ഒക്കെ ചോദിച്ചു വരും. അപ്പോൾ ഇവിടെ ഉണ്ട്, ഞാൻ വിടാന്ന് പറയും അദ്ദേഹം. എന്നിട്ട് എന്നെ വിടും, ഞാൻ വരെ കൂടെ പോവും. അപ്പൊ ഹൈറ്റും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് ചെറുതെന്നുള്ളൊരു സങ്കല്പം തന്നെ. പക്ഷെ ഏജ് കൊണ്ട് ഉണ്ട്, പക്ഷെ അവർക്കറിയില്ലല്ലോ കുട്ടിയാന്നുള്ളത്. കുട്ടിയൊക്കെ എടുക്കുവോ. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സാറുമാര് ആണ് സ്റ്റേഷനിൽ, അവർക്കാണ് അതിന്റെ ഡ്യൂട്ടി വെച്ചാൽ തങ്കച്ച സാറൊക്കെ ഉണ്ടായിരുന്നു എരുമപ്പെട്ടിയില്. അപ്പൊ അദ്ദേഹം രാജാ കുട്ടീനെ വിട്ടോളൂ പറയും. അപ്പോൾ അവൾക്ക് വണ്ടി ഇല്ല ഇവിടുന്ന് വരാൻ, എന്താ ചെയ്യണ്ടത്? അത് ഞങ്ങൾ അത് കൂടെ പോകുമ്പോൾ മെഡിക്കൽ കോളേജ് അല്ലേ, പന്നിത്തടം കൂടി കേച്ചേരി കൂടി കിടക്കാന്ന് പറഞ്ഞിട്ട് അവരത് കൂടെ വരും, പന്നിത്തടത്ത് നിർത്തും, കൊണ്ടുപോകും. അച്ഛൻ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് അച്ഛൻ എപ്പോഴാ ഇത് അറിയണ? ഞാന് പോലീസ് വണ്ടിയിൽ അന്ന് പോകുമ്പോ ഒരു കള്ളൻ ഉണ്ടായിരുന്നു, മാലമോഷണം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാനുണ്ട്. അപ്പൊ ബാക്കിയുള്ള ജനങ്ങൾക്ക് അറിയില്ല ഇതെന്താ സംഭവം എന്നറിയില്ല. അപ്പൊ അച്ഛനെ വിളിച്ചു പറഞ്ഞു, കുട്ടീനെ ദേ ഒരാളുടെ ഒപ്പം കൊണ്ടുപോകണൂന്ന് പറഞ്ഞു. അച്ഛനാകെ ടെൻഷനായി വിളിച്ചോണ്ടിരിക്കുക. ഞാൻ എടുക്കണില്ല. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് അച്ഛൻ ചോദിച്ചു, രാജേട്ടാ എന്താ ഇങ്ങനെ കേട്ടൂലോ, എന്താ ഉണ്ടായി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല, കുട്ടി മോർച്ചറിയിലേക്ക് പോയതാണ്, മെഡിക്കൽ കോളേജിലേക്ക് മോർച്ചറിയിൽ പോയതാണ്, പോലീസുകാർ വന്ന് കൊണ്ടുപോയതാ. അപ്പൊ ആ സ്റ്റേഷനിൽ ആ സമയത്ത് ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അവരെ ഇറക്കിയിട്ട് അവര് പൊക്കോളൂട്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ കള്ളനായിട്ട് നമ്മൾ എന്തെങ്കിലും ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടായോ? അദ്ദേഹം ചിരിക്കുള്ളൂ ഇരുന്നിട്ട്. എന്താ വെച്ചാൽ ക്യാമറ പൊതുവേ ഒരു മൈൻഡ് ഉണ്ടല്ലോ, നമ്മൾ ക്യാമറ എപ്പോ കണ്ടാലും ഇത്ര ഇതിലിരിക്കുന്നവരായാലും ചെറിയൊരു പുഞ്ചിരി അവിടെ ഉണ്ടാവും. ഇപ്പൊ കള്ളന്റെ കൂടെ പോലീസ് ജീപ്പിൽ പോയി കള്ളനെ പുഞ്ചിരിപ്പിച്ച കുട്ടി എന്ന്. ഇത് ഈ ഫോട്ടോസ് എടുക്കുമ്പോ എന്തൊക്കെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മള് പൊതുവെ ഇത് ഇത്തിരി കോടതിയിൽ നമുക്ക് സമർപ്പിക്കേണ്ട ഒരു സംഭവമാണ്. ഡീറ്റെയിൽ ആയിട്ട് ഡോക്യുമെന്റ് ആയിട്ട് അവിടെ കൊടുക്കേണ്ട, പോലീസിന് കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മള് ഇതെടുത്ത് കഴിഞ്ഞ് പോലീസ് റൈറ്ററിലാണ് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക, കൊണ്ടു കൊടുക്കുക. അപ്പൊ ആദ്യം മരിച്ച സംഭവത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഫോട്ടോ ഉണ്ടാവും, വിഷയം ഇതെന്താണ് സംഭവം നടന്നതെന്നുള്ള ഒരു വിഷയം ഉണ്ടാവും. പിന്നെ അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വെച്ചാൽ ചെരുപ്പ്, വസ്ത്രങ്ങൾ, മറ്റുള്ള ഇതിനോട് നിയമപരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ടാവും. ആ സംഭവങ്ങൾ നമ്മൾ എടുത്തു കൊടുക്കണം. പിന്നെ ബോഡി എടുക്കണം, അത് നേക്കഡ് ആവാം, ആണാണോ പെണ്ണാണോ ഒന്നും നമ്മുടെ കയ്യിലില്ല. എന്താ വെച്ചാൽ ആരാണോ അവിടെ മരിച്ചിട്ടുള്ള വെച്ചാൽ ആ വ്യക്തിയുടെ ബോഡി നമ്മൾ എടുത്ത് നേക്കഡ് ആയാലും എടുത്ത് ഇരിക്കണം. അത് അവര് പോലീസുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ എടുക്കണം. ഓട്ടോ ഫോക്കസിൽ അത് കിട്ടിയെന്ന് വരില്ല. ഓട്ടോ ഫോക്കസിൽ ലൈറ്റുള്ള ഭാഗത്തേക്ക് മാത്രമേ പോവുള്ളൂ. മാനുവൽ നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് നമ്മൾ വിചാരിച്ച സംഭവം കിട്ടാനാണ് മാനുവൽ ഫോക്കസിങ് വരുന്നത്. അപ്പം അത് അത്രയും കൃത്യമായിട്ട് എടുത്തിരിക്കണം. ISO, ഷാർപ്പ്നെസ്, ലൈറ്റിങ് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് എടുത്തിരിക്കണം. ഇല്ല വെച്ചാൽ ലൈറ്റ് ഇപ്പോൾ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കോറിയ പാടാവിരിക്കും, പക്ഷെ കത്തി അപ്പുറത്ത് കിടക്കുന്നുണ്ടാവാം, അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. അപ്പം നമ്മളിവിടെ ലൈറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിവലിയിലാവും, ചിലപ്പോൾ എന്തെങ്കിലും കോറിയേ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനായി മരണവെപ്രാളത്തിൽ എന്തെങ്കിലും എടുക്കാനായിട്ട് നോക്കുമ്പോൾ കോറിച്ചോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് കൂടി കഴിഞ്ഞാൽ അത് വിള്ളൽ പോലെയാണ് ഫോട്ടോയിൽ വരിക. അപ്പം ആഴത്തിലുള്ളൊരു മുറിവ് പോലെയാണ് അവിടെ. മറ്റുള്ളവർക്ക് നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ ജഡ്ജിക്കായാലും അത് പോലീസിനായാലും നോക്കുമ്പോൾ കാണുക. അങ്ങനെ ബാധിക്കും അല്ലേ? ചെറിയൊരു നിസാര മരണങ്ങളല്ല, നിസാര കേസുകള് കൊലപാതകമായിട്ടും മാറും. കൊലപാതകം സാധാരണ കേസുകളായിട്ട്, സാധാരണ മരണങ്ങളായിട്ട് മാറുകയും ചെയ്യും. നമ്മളെ ലൈറ്റിങ്ങിലൊക്കെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ വന്ന കേസുകളുണ്ട്. ഇപ്പൊ സന്നിക്കുന്നല്ല, പൊതുവെ അങ്ങനെ വന്ന കേസുകളുണ്ട്. പൊതുവെ അതൊക്കെ ഇംഗ്ലീഷ് മൂവീസിലെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. മറ്റേത് ഈ കേരളത്തിലെ മരണങ്ങൾ പൊതുവെ ഫോട്ടോസ് നോക്കിയിട്ട് ഇതിനെ താഴ്ത്തുന്നൊരു സ്വഭാവ പ്രക്രിയയായിട്ടാണ് വന്നുകൊണ്ടിരിക്കണേ കേരളത്തില്. എന്ന് വെച്ചാൽ ചില കേസുകൾ നടത്താൻ ക്യാഷ് ഇല്ലാതെ, മരിച്ച വ്യക്തിയുടെ ആൾക്കാർക്ക് നടത്താൻ കാശില്ലാതെയോ അതിനൊക്കെ വരുമ്പോ അതൊക്കെ തള്ളിപ്പോവും. അപ്പോൾ മുന്നോട്ട് പോവാൻ ഫോട്ടോസിൽ ചിലപ്പോൾ കൃത്യങ്ങൾ ഉണ്ടാവാം, സംശയമായിട്ടുള്ള കൃത്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ അത് പല വിധേനെ തടസ്സപ്പെടുത്തി അവിടെ നിർത്തും.
അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ ശരിക്കും നമുക്ക് സങ്കടം തോന്നില്ലേ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട്? ചില കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പിന്നെ നിസാര കേസുകൾക്കാവും തൂങ്ങി മരിച്ചിട്ടുണ്ടാവുക. ഒരു 15,000 രൂപയ്ക്കാണ് ഞങ്ങളുടെ അവിടെ നാട്ടില് എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ ഈയാല് ഭാഗത്ത് ഒരു ചേട്ടൻ തൂങ്ങി മരിച്ചത്. ഡെയിലി പണിക്ക് പോണ വ്യക്തിയാണ്. ആവശ്യത്തിന് മദ്യപാനം കാര്യങ്ങളും ഉള്ളൂ, ഓവറായിട്ടില്ല. ആ പണിയെടുത്ത ദിവസം ഏറ്റവും കൂടുതൽ അധ്വാനം ഉണ്ടെങ്കിൽ ആ അതിനനുസരിച്ചിട്ട് കുടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ബാക്കി സ്വഭാവ ദൂഷ്യങ്ങളെന്ന് പറയാനില്ല. പക്ഷെ ആ വ്യക്തി കാശ് കടം 15,000 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ നേരം വൈകി ഇദ്ദേഹത്തിന്. അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. ആ ഒരു സെക്കൻഡിൽ തോന്നുന്ന ഒരു സെക്കൻഡ് പോലും ഇല്ല, ഇവിടെ കണ്ണടച്ച് തുറക്കണ ഒരു ഇതും ഇല്ല. ആ നേരം കൊണ്ട് അദ്ദേഹം ആ മെന്റൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഇതിന്റെ ഫോട്ടോസ് എപ്പോഴും നമ്മൾ എങ്ങനെയാണ്, ക്രൈം സീനിൽ പോയിട്ടാണോ എടുക്കുക, അതോ നേരത്തെ പറഞ്ഞ പോലെ മോർച്ചറിയിൽ പോയിട്ട് അങ്ങനെയാണോ, അത് രണ്ടും ചെയ്യേണ്ടി വരാറുണ്ടോ? ചില കേസുകൾ നമുക്ക് സംഭവ സ്ഥലത്ത് നിന്ന് എടുക്കേണ്ടി വരും. ചിലപ്പോൾ പോലീസ് അവിടെ ആ ലൈൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ബോഡി ഉണ്ടാവും. ചിലപ്പോൾ തൂങ്ങിമരണമൊക്കെ ആണെങ്കിൽ ആ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ബോഡി ഇറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ പോലീസ് എത്തിയിട്ടുണ്ടെങ്കിൽ, ആ സമയം കൊണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് ആ വ്യക്തിയുടെ ജീവൻ നിലച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് തുടിപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് മരിച്ചത് പിന്നെ ഹോസ്പിറ്റലിലാവുമല്ലോ, ആശുപത്രിയിൽ. അപ്പം അവിടെ പോയിട്ട് ഇപ്പൊ ഇത്രയും കാലം എത്ര ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും ഈ സമയം വരയ്ക്കും? ഇപ്പൊ ഒരു 400-ന്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അത് തൂങ്ങി മരണങ്ങളുണ്ട്, വിഷം കഴിച്ചവയുണ്ട്, ആക്സിഡന്റ് കേസസ് ഉണ്ട്. ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ പല മരണങ്ങളുണ്ടല്ലോ, വ്യത്യസ്തമായിട്ടുള്ള എല്ലാ മരണങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തതിൽ ഏറ്റവും സന്നിക്ക് അത്രയും ഓർമ്മയിൽ നിൽക്കുന്ന ഈ മുത്തശ്ശിയുടെ തന്നെ ഉള്ളൂ, അമ്മയുടെ തന്നെയുള്ളൂ ഇത്. പിന്നെ ഒരു പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗർഭിണി, അവരുടെയാണ്. അത് തമിഴ്നാട് ബോർഡറായിട്ട് വന്നിട്ട്, അത് ഡാഡിക്കായിരുന്നു. അന്ന് എനിക്ക് 18 ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡാഡിയുടെ നെയിമും കാര്യങ്ങളുമാണ്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് അതിൽ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളാണ് എടുത്തത്. പക്ഷെ 18 ആവാത്തത് കൊണ്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ടത്. പക്ഷെ നമുക്ക് അതിൻ്റെ മാനുവലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഇതൊക്കെ ആയിട്ട് അത് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അടിവയറിൻ്റെ അവിടെ പാണ്ട് ഇതായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അത് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാടിൻ്റെ ഉള്ളേരിയായിട്ടാണ്, റെയിൽവേയുടെ ഭാഗം. അപ്പൊ അതൊക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അതല്ലാതെ ഇപ്പൊ നമുക്ക് എന്താ പറയാ, വ്യക്തിപരമായി വേറെ ഒന്നും നേരിടേണ്ടി വരില്ലല്ലോ, എപ്പോഴും ഈ പോലീസിന്റെ കൂടെ പോകുന്നു എന്നുള്ളത് കൊണ്ടല്ലേ. ഇപ്പൊ ഈ ജോലിയിൽ സേഫ്റ്റി, ആ ഒരു കാര്യം സേഫ്റ്റി ഉണ്ട്. എന്താ വെച്ചാ ആൾക്കാർക്ക് നമ്മൾ പോലീസുകാരുടെ ഒപ്പം പോകുമ്പോൾ എപ്പോഴും തങ്കച്ച സാറ് പറയും, നീ ഞങ്ങളെപ്പോലെ ഇങ്ങനത്തെ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് നടക്കണം, കാക്കി തന്നെ ആവണമെന്നില്ല, ഷൂ ഒക്കെ അങ്ങനെ വരുമോ? അല്ലെങ്കിൽ ആൾക്കാർ പറയും അത് ഒരു അത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് വിചാരിക്കും. നമ്മുടെ ഈ ജോലിക്ക് പ്രൊഫഷണലായിട്ട് നമ്മളെ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ഉണ്ടെങ്കിലും ഫ്രീലാൻസ് ആയിട്ടാണല്ലോ ഇത് എടുക്കുന്നത്. പക്ഷെ നമുക്ക് പ്രൊഫഷണലിസം തന്നെ വേണം എന്ന് പറയും അദ്ദേഹം. ഇന്ന പോലെ നടക്കണം, ഇന്നതിൽ വരണം, ഇന്ന ഡ്രസ്സ് ഇട്ടോളോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാൻറ് ഷർട്ട് തന്നെ ഇട്ടാൽ മതി. നമ്മൾ ഈ ചുരിദാറൊക്കെ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഫോട്ടോ എടുക്കണ നേരത്ത് നമ്മുടെ ഷാളിൻ്റെ എന്തോ അതും കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മുറിവുള്ള ഭാഗങ്ങളൊക്കെ ആവും. അതപ്പോൾ ഇൻവിറ്റേഷനൊക്കെ സംഭവങ്ങൾക്ക് അത് ബാധിക്കും. അപ്പോൾ അതൊന്നും അതുമേ ഇതാവണ്ട, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഇട്ട് വരിക എന്ന് പറയും. അത് ചിലപ്പോൾ ഇവിടുന്ന് നമുക്ക് ചില ഏരിയയിൽ നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ കയ്യിൽ കരുതണം പറയും. ഇപ്പോൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോൾ വേറെ പെൺകുട്ടികളുണ്ടോ ഈ മേഖലയിൽ? അറിയോ അതിനെക്കുറിച്ച്? 1-2 ചേച്ചിമാര് നമ്മുടെ AKP അസോസിയേഷനിലുള്ളവരുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്നുള്ളത് അറിയില്ല. അത്ര ലൈവായിട്ട് എനിക്ക് തോന്നുന്നു സന്യ തന്നെയാണ് അത്രയും ലൈവായിട്ട് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ ഒപ്പം അന്നേ തൊട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഇത് കിട്ടിയത്. അപ്പൊ ഈ ഇതിനോട് മറ്റുള്ളവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? കാരണം നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി, കുടുംബം സപ്പോർട്ടീവ് ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അതെങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ തന്നെയാണ് പറയാ, നീ പോണ്ട. ബന്ധുക്കളോടൊക്കെ പറയും, കുട്ടി പറഞ്ഞാൽ കേൾക്കില്ല, പോവുള്ളൂ. ഞങ്ങള് വിചാരിച്ചത് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന, അതാകുമ്പോ കുഴപ്പമില്ലല്ലോ, എവിടെയും നമുക്ക് വിളിച്ച് ഇങ്ങനെ ഇരിക്കണ്ട. ഇപ്പൊ കല്യാണ വർക്ക് പോയാലും അമ്മയുടെ വിചാരം അധിക ദൂരാന്നാ,
തൃശ്ശൂർ എന്നൊക്കെ പറയാൻ ഭയങ്കര ദൂരാന്ന് വിചാരിക്കും. ഇയാളെന്ന് പറഞ്ഞ സ്ഥലം കുറച്ചേ ഉണ്ടാവുള്ളൂ, അതൊക്കെ ഭയങ്കര ദൂരത്താണ് വിചാരം. അപ്പൊ വിളിക്കും, അപ്പൊ നമ്മൾ കെട്ടൊക്കെ എടുക്കണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ അവിടെ വയ്യാതെയായി ഉണ്ടാവും. ബാക്കി അടുത്തുള്ളവരൊക്കെ എങ്ങനെ ഇതിലേക്ക് താല്പര്യം ആരെങ്കിലും കാണിക്കാറുണ്ടോ? പിന്നെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. എല്ലാവരും പറയും ആ കുട്ടിയെ പോലീസുകാരുടെ കൂടെ പോയിട്ട് എടുക്കണതാണ്, അവർക്കൊരു എന്തൊരു ഹീറോ ഇമേജ് ഉണ്ടാവും, വിസ്മയം എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള ഒരു പെരുമാറ്റം, സപ്പോർട്ട് തന്നെയാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ഥാപനം ഏറ്റെടുത്ത് നടത്തിയതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശല്യങ്ങള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കോടതി കേസൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇതില് ഓളത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശല്യങ്ങൾ കുറച്ചൊരു 2-4 വർഷമായിട്ട് ഇല്ല. ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രതിസന്ധി ഘട്ടം, ഒരു ആക്സിഡന്റ്, അങ്ങനത്തെ ഒരു കാലം ഒക്കെ അതിന്റെ ഇടയിൽ വന്നു. അപ്പം ആ ഒരു ഫേസ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ അതിന് കാത്ത്. എന്തോ ആൽബം കൊടുക്കാൻ പോവുക, കല്യാണത്തിന് 3 വലിയ ആൽബവും 2 ചെറിയ ആൽബവും പിന്നെ കുറച്ച് ഫ്രെയിംസ് ബൾക്കായിട്ട് എടുത്തിട്ട് ഞാൻ പാസ്പോർട്ട് സൈസും ഫോറൻസിക്കും മാത്രമല്ല സ്റ്റുഡിയോയില് ഫ്രെയിംസ് അടിച്ചു കൊടുക്കും, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തു കൊടുക്കും. അവിടെ പറ്റുന്ന പോലെ ഉള്ള നമുക്ക് കൊണ്ട് കഴിയുന്ന ഈശ്വരൻ തന്നിട്ടുള്ള കഴിവ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഒറ്റതായിട്ട് നടത്തിക്കൊണ്ടുപോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു സിറ്റിംഗ് തന്നെ ആയതുകൊണ്ടോ പാസ്പോർട്ട് സൈസ് എടുത്തുകൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്രാഫ്റ്റ് വർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഈവൻ്റ് പോലെ എടുത്ത് ഭക്ഷണം, സ്റ്റേജ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഒന്നിച്ച് കൊണ്ടുപോയി അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു 3.5 വർഷം മുമ്പെയാണ് ആക്സിഡന്റ് പറ്റുന്നത്. അപ്പോൾ പയ്യൻ ഗൾഫിൽ പോവാ കല്യാണ ചേക്കൻ. അപ്പോൾ ചേച്ചി ഞാൻ ഇറങ്ങാറായി, ഞാൻ പോവായാലും ഇവിടെ കൊടുത്തോളൂ, എന്തായാലും മൊബൈലിൽ ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടല്ലോ ആൽബം ലീഫ്, അപ്പോൾ എനിക്ക് ആൽബത്തിൻ്റെ ഏകദേശം രൂപം മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോവായാലും വൈഫും അമ്മയും അച്ഛനും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോവായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു ഞാനും ഉണ്ട്, അമ്മ എവിടേക്കും ഒറ്റയ്ക്ക് വിടില്ല. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവിടെ ബന്ധുക്കളുടെ വീടുണ്ട്, അപ്പം ഞാനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ കൊണ്ടുപോയി. ഞങ്ങൾ കൈപ്പറമ്പിന്ന് പറപ്പൂര് വഴിക്ക് തിരിഞ്ഞ വഴിക്ക് ഓട്ടോറിക്ഷയിലായിരുന്നു ഞങ്ങൾ. തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്ക് അങ്ങനെ കട്ട് ചെയ്ത് പോവുക. അവിടെ നിന്ന് കാറ് എതിരെ വന്ന് ആക്സിഡൻ്റായി, കഴുത്തൊക്കെ കുടുങ്ങി, 2-3 മറിച്ചിൽ മറിഞ്ഞു. അപ്പോഴേക്കും കാലുകൾ 2 ഓട്ടോറിക്ഷയുടെ ബെൻഡായിപ്പോയി. പിന്നെ ആളുണ്ടെന്ന് അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓട്ടോറിക്ഷ മറിഞ്ഞു. അപ്പം കാല് ഇല്ലാത്തൊരു കുട്ടി ഓട്ടോ ഓടിച്ചിരുന്നേ, അവൻ വെപ്പുകാലായിരുന്നു. അവൻ്റെ കാല് തെറിച്ചപ്പോൾ കാറുകാർ വിചാരിച്ചു ഇവർ കഴിഞ്ഞു, അതിലുള്ളവർ പോയി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവനെ രക്ഷപ്പെടുത്തിയ ആൾക്കാർ കാനയിലേക്ക് വീണപ്പോൾ ഈ കുട്ടീനെ. പക്ഷെ ഞങ്ങളുണ്ട് എന്നുള്ളത് അവൻ പറയുമ്പോൾ അമ്മ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഏട്ടൻ്റെ കൂട്ടുകാരൻ കുട്ടിയായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഇവർ ഓട്ടോയിലേക്ക് വന്ന് നോക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ കഴുത്ത് ഇങ്ങോട്ട് വീണു, കിട്ടി. പക്ഷെ ആ കമ്പികൾക്ക് ഒരു കോട്ടവും ഇല്ല. എന്താ വെച്ചാൽ അതിലേക്ക് കടന്നു എന്നുള്ളത് അത് ഈ പ്രൊഫഷൻ അങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ വരുന്നതാണ് മാനസികമായിട്ട്. അപ്പം ഞാൻ എൻ്റെ ആൽബമൊക്കെ നോക്കുക, അതെവിടെ അത്രയും ഇഷ്ടമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് രാത്രി ഇരുന്ന് വർക്ക് ചെയ്തിട്ട് സംഭവങ്ങൾ കാണാനില്ല. ഫ്രെയിമൊക്കെ പൊട്ടിയിരിക്കണു. അടിപൊളി. ആക്സിഡന്റ് ആയി കിടക്കുമ്പോ വീണതിന്റെ വിഷ്വൽ ബ്യൂട്ടി, ഞാൻ വർക്ക് ചെയ്ത ആൽബം എന്താ വെച്ചാ അവര് വെയിറ്റ് ചെയ്യണേ നമുക്ക്. പിന്നെ കാണുന്ന തരത്തിലുള്ള പരിക്കുകൾ എനിക്കില്ല. അമ്മയ്ക്കാണ് പരിക്ക്. അപ്പോഴാണ് അമ്മയുടെ കയ്യിൽ നിന്ന് ചോര വരുമ്പോഴാണ് അറിയണത് അമ്മയ്ക്ക് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഈ കാറുകാരെ പിടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു അവരോട് കയറാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ആംബുലൻസിൽ കയറാൻ കൂട്ടാക്കിയില്ല, പക്ഷെ കയറി. അപ്പോഴേക്കും അമ്മയുടെ ഓർമ്മ ഡൗൺ ആയി. അങ്ങനെ അമലയിലേക്ക് എത്തിക്കുകയുണ്ടായി ഹോസ്പിറ്റലിലേക്ക്. അവിടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമലയിലേക്ക് എത്തിച്ചാൽ മതി, മെഡിക്കൽ കോളേജിലേക്ക് ആകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോഴേക്കും അമ്മയ്ക്ക് കണ്ണൊക്കെ മറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയമായി. എന്താ വെച്ചാൽ നമ്മൾ ദിനം പ്രതി ആക്സിഡൻറ്റ് കാണുന്നതാണ്, കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഒരു എത്തിക്കാനുള്ള ഒരു ത്വരയിൽ അങ്ങനെ എത്തിച്ചു. അതുവരെ എനിക്കൊരു യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഓക്കെ അല്ലേ, എനിക്ക് കാണുന്ന തരത്തിലുള്ള പരിക്ക്. പക്ഷെ ഞരമ്പുകളൊക്കെ തളരണത് അവിടെ കിടന്നിട്ട് എണീക്കാൻ പറ്റാണ്ടായപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ കാല് രണ്ടും പോയി. അതുവരെ മനസ്സിലാവുന്നില്ല. ഇല്ല, അതുവരെ ഞാൻ എങ്ങനെയൊക്കെ നടന്ന അമ്മേനൊക്കെ എത്തിച്ച് അവനും കൂടി എത്തിച്ചു അവിടെ.
പക്ഷേ അവിടെ എത്തി കിലുക്കത്തിൽ ജഗതി കിടന്ന അവസ്ഥയാ, അദ്ദേഹം കിടന്ന അവസ്ഥയായിരുന്നു സത്യത്തില്. കഴുത്തില് ബെൽറ്റ്, കയ്യുമ്മ ഫുള്ള്. എന്നിട്ട് അതൊന്ന് റിക്കവർ ചെയ്ത് വരാൻ അവര് 3 ദിവസം കഴിഞ്ഞപ്പോ കാല് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫോം ഒപ്പിടാനായിട്ട് വന്നു. അപ്പൊ അച്ഛൻ അമ്മയുടെ അടുത്താ, അപ്പൊ അമ്മ വേറെ ബ്ലോക്കിലാ, ഞാൻ ഇപ്പുറത്തെ സൈഡാ. അപ്പൊ അച്ഛന് രണ്ടും കൂടിയിട്ട് പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം ഇത് അമ്മയ്ക്ക് സർജറി ഉണ്ട്, എനിക്കാണെച്ചാൽ കാണുന്ന പരിക്കുകളൊന്നും ഇല്ല. ഇവരും പറഞ്ഞു, ഡോക്ടേഴ്സും പറഞ്ഞു വന്നിട്ട് കാണുന്ന തരത്തിലുള്ള പരിക്കുകളില്ല, 2.5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ കാലിന് സ്വാധീനക്കുറവുണ്ട്, സർജറി ചെയ്യേണ്ടി വരും, മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഷോക്കായി. എന്താ വെച്ചാൽ ഇത്രയും നാളെ നമ്മൾ നടത്തിയ കാലുകൾ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഇത്ര നാൾ കൂടെ ഉണ്ടായിരുന്നില്ലേ, കുഴഞ്ഞെടുക്കയിലും കിടന്നോട്ടെ, ഒന്നും ചെയ്യണ്ട പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ വീണു, നന്ന് വീണു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് 2.5 മാസം ഉണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ 4-മത്തെ 5-മത്തെ ദിവസം ഡിസ്ചാർജ് തന്നു, അവിടുന്ന് പോന്നു. അപ്പോൾ ഇവര് ഞരമ്പ് തളരുന്ന തരത്തിലുള്ള ഒരു ഡോസ് കൂടിയ ഗുളിക തെറ്റി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഫുള്ള് കിടന്നുറങ്ങി, ഉറക്കത്തുനിന്ന് എണീച്ചിട്ടായിരുന്നില്ല, അതിൽ ഫുള്ളായിട്ട് തളർന്നു. അപ്പോൾ എനിക്ക് പന്തികേട് തോന്നി, നമുക്ക് ഇനി മുന്നോട്ട് ഇവിടെ കിടന്നാൽ ശരിയാവില്ല, ഡിസ്ചാർജ് പോരുന്ന വഴിക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞു, സ്റ്റുഡിയോയിൽ ഇറക്കുക അച്ഛാന്ന് ചോദിച്ചു. അമ്മയുടെ കൈ ഇങ്ങനെയാ, സ്റ്റുഡിയോയിൽ ഒന്നും ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല, 6 മാസം കഴിയണം. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടിലിരുന്ന ബന്ധുക്കളൊക്കെ വിളി തുടങ്ങും, കരച്ചിലാവും, പിന്നെ അവരുടെ സംസാരം കേട്ടിട്ടുള്ള ധൈര്യം പോവും. അതിനും വേദന സ്റ്റുഡിയോയിൽ അയക്കാൻ 4 ആളെ കാണാം, പറ്റുന്നത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. പാസ്പോർട്ട് സൈസ് ആയിട്ട് നമുക്ക് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആലോചന ഉണ്ടായിരുന്നില്ല, നമ്മൾ കൊടുക്കേണ്ട സാധനങ്ങൾ ബൾക്കായിട്ടുണ്ട്, പോയതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ബാക്കിയുള്ളത് പൊട്ടിയതൊന്നും അറിഞ്ഞിട്ടില്ല. അത് ആൾക്കാർ ഞാൻ തുറന്നപ്പോൾ അവിടുത്തെ കസ്റ്റമേഴ്സ് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ എവിടെ ഞങ്ങളുടെ വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു, ചില്ല് പൊട്ടിയിട്ടുണ്ട് എന്നാണ്, അത് മാറ്റിത്തരാന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാം ഒന്നുമില്ല, ബാക്കിയില്ല എന്നുള്ളത് അറിഞ്ഞത്. ആൽബത്തിൻ്റെ ഏടുകളൊക്കെ ഇങ്ങനെ നമുക്ക് കയ്യിലിങ്ങനെ എടുക്കാം, ഓരോന്നോരോന്ന് അതിൽ നിന്ന് എടുക്കാനായിട്ടാണ് കിടക്കണേ. അത് പിന്നെ കത്തിച്ച് കളയാൻ നിവർത്തിണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ വിഷമം. എനിക്ക് കാലിന് പറ്റിയതൊന്നല്ല, നമുക്ക് നേരത്തിന് കൊടുക്കാനും പറ്റിയില്ല, അതുകൊണ്ട് ഉപകാരം ഉണ്ടായില്ല. ഇത്രയും കാശ് ചിലവാക്കി ഇത് പോവുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ നമുക്ക് കാല് മുറിച്ചു മാറ്റാത്ത കാരണം സർജറി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനുള്ള ബെനിഫിറ്റും ഇല്ല. 85,000 വക്കീൽ ഫീസ് അടക്കം അതിൽ ഒതുങ്ങിപ്പോയി. നമുക്ക് 15 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് അവിടെ കടവും വന്നു. 3.5 വർഷം അടച്ചിട്ടു, എക്യുപ്മെൻറ്റുകൾ നാശമായി, 46,000 മോണിറ്റർ സംഭവങ്ങളൊക്കെ നാശമായി. 3.5 വർഷം അടച്ചിട്ടിപ്പോൾ ഇത് വർക്കിംഗ് അല്ലല്ലോ, CPയും സംഭവമൊക്കെ പോയി. പക്ഷെ വർക്കുകൾ എന്തോ ഭാഗത്തിന് ഹാർഡ് ഡിസ്കിൽ സുരക്ഷിതമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇതൊന്ന് തിരിച്ചു പിടിക്കുക, ഈ ഒരു വിൽ പവർ അത് എവിടുന്നാണ് സണ്ണി? ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അച്ഛനോട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്കൊരു ഈ വടിയൊക്കെ കുത്തി നടക്കില്ലേ, ഈ യാചിക്കുന്നവരുടെ കയ്യിലൊക്കെ ഇല്ലേ, ഈ സാധനത്തിന് പേരറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ആ സംഭവം എനിക്ക് വാങ്ങിച്ചു തരണം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സർജിക്കലിൻ്റെ എക്യുപ്മെൻറ്റ് വിൽക്കുന്ന സ്ഥാപനമുണ്ട് പേരാമംഗലം ഭാഗം. ഞാൻ ഒരെണ്ണം മതി. അപ്പം അച്ഛൻ പറഞ്ഞു, അതൊക്കെ ആയാലേ വർക്ക് തരില്ല ആരും, നീ അവിടെ ഇരുന്ന് ഇത് ഭേദമായിട്ട് പോയാൽ മതി, ഇപ്പം തിരക്കൊന്നുമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാലും അതല്ല, എപ്പോഴും അച്ഛനും ഇപ്പം അമ്മയ്ക്കും വയ്യ, അച്ഛനും ബുദ്ധിമുട്ടാവില്ലേ നടക്കാനൊക്കെ, എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ, ഇതാകുമ്പോൾ നമുക്ക് ഷോൾഡറിനൊരു ഇതല്ലേ പറഞ്ഞിട്ട്. അപ്പോൾ പാകത്തിന് കൂടിയിട്ട് ഒരു ക്രച്ചസ് കിട്ടി, തെരഞ്ഞിട്ട് കിട്ടി. അത് ഹൈറ്റും ഇതൊക്കെ ചെറുതാക്കാൻ പറ്റിയൊരു സംഭവം കിട്ടി. അത് ഒരെണ്ണം വാങ്ങിച്ചു. ഞാൻ വെച്ച് നോക്കുമ്പോൾ അച്ഛന് ഭയങ്കര സങ്കടമുണ്ട്, അമ്മ നോക്കണേ ഇല്ല. ഞാൻ പറഞ്ഞു, ഇതൊന്നും കാര്യമില്ല, ഇത് സപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, സൗഹൃദങ്ങളോ ആരെങ്കിലും ഇല്ല വെച്ചാൽ നമുക്കത് നടക്കണ്ടേ. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു, എപ്പോഴും വിളിക്കാൻ പറ്റില്ലല്ലോ.
അപ്പൊ ഞാൻ ക്രച്ചസ് ആയപ്പോ എനിക്ക് ധൈര്യമായി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചപ്പോ ഒരു ഉന്മേഷവും ഇതൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് വർക്ക് ചെയ്യുമായിരുന്നോ? ആ, അപ്പോഴും ഫോറൻസിക് ഫോട്ടോസ് എടുക്കും? അത് പോയിട്ട് അതിന് വേറൊരു എക്യുപ്മെന്റ് ഫേസ്ബുക്കില് മലയാളി വേൾഡ് ക്ലബ് ഇല്ലേ, അതിലൊരു ഇൻട്രോ ഇടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ കാര്യങ്ങൾ, പഴയ തറവാട്ട് വീട്ടിലെ രീതികള്, ചുറ്റുപാട്, ഞാൻ ജനിച്ച രീതികൾ ഇതൊക്കെ ഇട്ടപ്പോ അതില് ജയൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്യാമറ വർക്കൊക്കെ ഏർപ്പാടാക്കി തരുന്നൊരു അദ്ദേഹം ഉണ്ട്. റഫീഖ് അഹമ്മദ് സാറിന്റെ ഒക്കെ കവിത അദ്ദേഹമാണ് എനിക്ക് എടുക്കാനായിട്ട് അവസരം ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ അദ്ദേഹമാണ് എപ്പോഴും ക്യാമറ എനിക്ക് ബ്ലാക്ക് മാജിക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇല്ലത്തെ റെക്കോർഡ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരിക. അപ്പോൾ ജയേട്ടന്റെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സായിപ്പ് ഉണ്ട്. ഇവര് ദോഹയില് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയുടെ ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ, അവള് കടികട്ടി മലയാളം ഇട്ടിരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഈ കുട്ടിയോള് അങ്ങനെയൊക്കെയുള്ള സംസാരം അവർക്ക് അത് ട്രാൻസ്ലേറ്റിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു എക്യുപ്മെന്റ് പറഞ്ഞു തരാം, ഇത് ആ കുട്ടിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ജയൻ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആണ് ആ എക്യുപ്മെന്റിനെ കുറിച്ചിട്ട് ഇട്ട് തരണത് വാട്സപ്പിൽ. അപ്പം അത് വെച്ചിട്ട് ആമസോണിൽ നോക്കിയപ്പോൾ 1.80 അടുത്തേക്ക് വില വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റികൾ 4000, 2000, 1500 രൂപയ്ക്ക് വരുന്നുണ്ട്. അത് മുട്ടിന് സപ്പോർട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛനോട്, അച്ഛൻ ഇതൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം. ഇപ്പോൾ മോളുടെ കാല് ചെറുതല്ലേ, അപ്പം അതിനുള്ളത് കിട്ടുമോ, വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റൊന്നും ശരിക്കും കെട്ടാൻ പറ്റിയില്ലെങ്കിൽ മുട്ടിന് കംപ്ലൈൻറ്റ് വരില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഒരെണ്ണം ചെയ്യാന്ന് പറഞ്ഞു. 2 വേണ്ട, 1 മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ക്രച്ചസും ഉണ്ടല്ലോ. അപ്പം ക്രച്ചസായിട്ട് 1-2 വർക്കുകൾ എടുത്തു. കൂടെ ഒരു കുട്ടീനെയും കൂടിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, വിഷ്ണു. പിന്നെ ഗോകുൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യേ, ഇത് റെഡി ആവണ വരെ ഞങ്ങൾ വർക്കിന് പോവാം, വർക്കുകൾ കളയണ്ട, എടുത്തോളൂ, ഞങ്ങൾ എക്സ്പോസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോവും. അങ്ങനെ ചിലപ്പോൾ ചില പാർട്ടിക്കാർ പറയും, ഞങ്ങൾ ആ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞാനും കൂടെ പോവും. ഈ ക്യാമറ ഒരെണ്ണം എക്സ്ട്രാ കരുതും കയ്യിൽ. പഴയൊരു ക്യാമറ ഉണ്ടായിരുന്നു, അത് കയ്യിൽ വെക്കും, ഞാൻ അവർക്ക് എന്തെങ്കിലും തോന്നണ്ടെന്നുള്ള രീതിയിൽ. എന്നിട്ട് ഗ്രൂപ്പൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ നോക്കിയപ്പോൾ ക്രച്ചസ് ആയിട്ട് പോകുമ്പോൾ ചിലർക്ക് അത് വിഷമം, ചിലർക്ക് വർക്ക് കാലില്ലാത്തവർക്ക് വർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സൗഹൃദത്തിൽ തന്നെ അവരുടെ വല്യച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അതേപോലെ തന്നെ എന്നോട് വന്ന് പറഞ്ഞു. അവരിങ്ങനെ പറഞ്ഞു, കാലില്ലാത്തവർക്ക് വർക്ക് കൊടുക്കണ്ട, നേരത്തിന് എടുത്ത് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ സ്റ്റുഡിയോയുടെ മീതെ ഫ്ലോറിൽ ജിമ്മുണ്ട്. അവിടുത്തെ ജാസറി ട്രെയിനർ അവൻ്റെ കല്യാണം വന്നാ ഈ കല്യാണത്തിൻ്റെ അന്ന് തന്നെയാണ്. അപ്പം പറഞ്ഞു, ചേച്ചി ഒരു ലവ് മാരേജാണ്, അപ്പോൾ അവർക്ക് ടൈം കൊറോണ ഇതായതുകൊണ്ട് ടൈം പോലീസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ചേച്ചി നിങ്ങൾ ഒഴിവുണ്ടോ, ഞാൻ ഇത് ടൈം റെഡി ആവാത്ത കാരണം വിളിക്കാൻ, ഇന്ന് നടത്താൻ പറ്റുമോയെന്നും അറിയില്ല റിസപ്ഷൻ, ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് എനിക്ക് കാലും കൈയൊക്കെ ഇതല്ലടാ, നിങ്ങൾ ക്യാമറ എടുത്തിട്ട് വന്നേ. അപ്പം ഞാൻ പറഞ്ഞിടാ എങ്ങനെ പറഞ്ഞു, അത് അവരല്ലേ പറഞ്ഞേ, ഞാൻ നിങ്ങൾക്കാണ് വർക്ക് തരണത്, നിങ്ങൾ വന്നിട്ട് എൻ്റെ വർക്ക് എടുത്തായോ, അവിടെ പിള്ളേരൊക്കെ ഉണ്ട്, ഇനി വീഴാൻ പോവായാലും അവിടെ വീണാലും കുഴപ്പമില്ല, അവർ പിടിച്ച് ഏൽപ്പിച്ചോളും, ഇട് വന്നേ. അപ്പം ഞാൻ ക്രച്ചസ് ആ കാലുമുള്ള എക്യുപ്മെന്റ് എന്തായിട്ട് ഇട്ടിട്ടെങ്കിലും ആയിട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾ വന്ന് ഫോട്ടോ എടുത്തായോ എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു ആത്മവിശ്വാസമായി. അപ്പോഴാണ് ഞാൻ ആ എക്യുപ്മെന്റ് ഫസ്റ്റ് ഇടണത്, ക്രച്ചസ് മാറ്റി വെച്ചിട്ട്. പക്ഷെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. പക്ഷെ കസിൻ അബി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബുള്ളറ്റ് എടുത്ത് പോവാം, ബുള്ളറ്റിൽ പോവാം, മറ്റേ സ്കൂട്ടി ആകുമ്പോൾ ഇത്തിരി സീറ്റ് വികാസമുള്ളതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അത്രയും ഇത് വലിയും, ഞരമ്പുകൾ വലിയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ബുള്ളറ്റിൽ കയറി ഇരുന്നിട്ട് പോയി. ഇപ്പം ഏറ്റവും വലിയ സപ്പോർട്ട് ആരാണ്? എൻ്റെ ഭർത്താവുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ കല്യാണത്തിൻ്റെ തലേദിവസം വരെ എനിക്ക് ക്രച്ചസ് ഉണ്ടായിരുന്നു. എനിക്ക് ഉള്ളിൽ ഭയം, എന്താ വെച്ചാൽ പെട്ടെന്ന് അത് നമ്മളുടെ കൂടെ അന്നൊന്നും ആളുകളില്ലാതെ ഇവരൊക്കെ ജോലിക്ക് പോയി തുടങ്ങി. 1 മാസം മുമ്പ് അവർ പോയപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഒറ്റയ്ക്ക് നടക്കാനൊക്കെ പേടിയായിരുന്നു. അപ്പം ഞാൻ ക്രച്ചസ് വീണ്ടും എടുത്ത് ഉപയോഗിച്ചു തുടങ്ങി. ഉള്ളിൽ ആ ഭയം വന്നുപോയി. നമുക്ക് ഭയം വന്നു കഴിഞ്ഞാൽ നമുക്കത് പോകുന്ന വരെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഭർത്താവിന്റെ പേര് പറയൂ.
സിനിൽ. ശരി, എങ്ങനെയാണ് നിങ്ങൾ? എൻ്റെ നാട്ടുകാരനാണ്. പിന്നെ അദ്ദേഹത്തിന് ഞാൻ പെണ്ണാലോചിച്ചിരുന്ന സമയമാണ്. വേറെ കുട്ടികളെ ആലോചനകൾ കൊണ്ടുവരുന്ന സമയമായിരുന്നു. അപ്പം അതിൻ്റെ മുന്നേ കൂട്ടുകാരൻ വഴി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവര് ക്യാഷുള്ള ടീമാ, നമുക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞതാ. പിന്നീടും ഈ തൃശ്ശൂരം കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത ഇങ്ങനെ ഫോറൻസിക് ഫോട്ടോഗ്രാഫി എടുത്ത് ഈ കുട്ടിയെ വിട്ട് ഞാൻ എവിടെ പോകാനാണ് എടുത്ത മെയിലാണ് പിന്നെ ചോദിക്കണേ. ലാലു എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാ. അപ്പം അവൻ പറഞ്ഞു സിനിൽ ചേട്ടൻ്റെ കാര്യം എന്തായി, നീ എന്തൊന്നും പറയാത്ത, നിന്റെ പരിപാടി എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു ഇടാ ഇപ്പം ഈ കാലിങ്ങനെയല്ലേ, സർജറി വേണം നോക്കിയല്ലേ പറഞ്ഞേ. ഇപ്പോൾ ഒരു വ്യക്തി നമ്മളോട് കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിലും അവരുടെ അമ്മമാര് ആൾക്കാരൊക്കെ വിചാരിക്കുക പൂർണ്ണമായിട്ടൊരു ആരോഗ്യമുള്ള ഒരു കുട്ടീനെയാണല്ലോ വീട്ടിലേക്ക് ആലോചിക്കുക. ഇത് നേരെ തരംതിരിവല്ലേ വരുന്നേ. അപ്പം ഞാൻ ഇങ്ങനെ പറ്റുമോ, എന്തായാലും അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കാം. അപ്പം അവൻ പറഞ്ഞു സിനിൽ ചേട്ടൻ ഇവിടേക്ക് ജിമ്മിലേക്ക് വരുന്നുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഇവിടെ ഉണ്ട്. അപ്പോഴൊന്നും ഇത് പിന്നെ പറഞ്ഞില്ല. ഇതൊക്കെ കഴിഞ്ഞ് സംസാരമൊക്കെ അവിടെ നിന്നു. അപ്പം ഞാൻ ഇങ്ങനെയാണ് സംഭവം, കാരണം അപ്പോൾ എനിക്ക് ഉറപ്പില്ല എന്നൊന്നും. എന്തായാലും സംസാരിച്ച് നോക്കും, ഇവിടെ വരുമ്പോൾ ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നേ, കല്യാണം ഒക്കെ എടുക്കാൻ പോണതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഒരു കല്യാണത്തിൽ ഉണ്ട് കുട്ടികൾ, നീ വരാൻ പറയും, ഞാൻ നോക്കാം. ഗ്രൂപ്പുകളിൽ ഉണ്ടാവുമല്ലോ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ കൂട്ടുകാരികൾ ബന്ധുക്കൾ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു ഈ കല്യാണം കുഴപ്പമില്ലാത്ത ഒരു ടീമിൻ്റെ ആയിരുന്നു, അവർക്കൊക്കെ ഏകദേശം ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. പിന്നെ ഇദ്ദേഹം പെട്ടെന്ന് വന്ന്, ഇദ്ദേഹത്തിനും അറിയില്ല ഇവന്റെ മനസ്സിലുള്ളത്, ഇദ്ദേഹത്തിനും അറിയില്ല. ഞാൻ സ്റ്റുഡിയോയിലുണ്ട്, ചിന്നു എന്ന് തന്നെ വിളിക്കുക അവരൊക്കെ. ഇപ്പോൾ ചിന്നുവിൻ്റെ സ്റ്റുഡിയോയിലുണ്ട്, ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു, ജിമ്മിലില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടേക്ക് വരുന്നത്. അവിടെ വന്നിരുന്ന വിശേഷങ്ങൾ ചോദിച്ച് അപ്പം കാണാറുണ്ട്. സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആഴ്ചയിൽ തൃശ്ശൂർക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് വരുമ്പോൾ ഇവരൊക്കെ എൻ്റെ സ്റ്റുഡിയോയുടെ താഴെ ഒരു ചെറിയ കടയുണ്ട്, തോമസ് ചേട്ടൻ്റെ. അപ്പോൾ അവിടെയൊക്കെ ഇവർ നിൽക്കുന്നുണ്ടാവും. അപ്പം എല്ലാവരും ഞാൻ ആഴ്ചയിൽ വരുന്ന കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കുക എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കൂട്ടത്തിൽ ചോദിച്ചിരുന്ന മനുഷ്യനാണ്. പിന്നെ കച്ചറകൾ ഞാൻ കണ്ടിട്ടില്ല, നല്ല രീതിയിലുള്ള സംസാരമൊക്കെയാണ്. അപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് അധികം അറിയില്ല, പക്ഷെ കണ്ടോളം വെച്ച് നമുക്ക് നല്ലൊരു മനുഷ്യനാണെന്ന് അറിയാം. അപ്പം എങ്ങനെയുണ്ട്? നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ നമ്മളെ നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരാളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് തമാശയായിട്ട് നമുക്ക് എന്തും പറയാം, പക്ഷെ അത് വളരെ പ്രധാനമാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ. കാരണം നിങ്ങൾ വരുമ്പോൾ തൊട്ടും ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ക്ഷമ, ആ ഒരു സന്തോഷം, ഇങ്ങനത്തെ ഒരു സ്പേസിൽ സന്യ വന്ന് ഇരിക്കുമ്പോഴുള്ളൊരു സന്തോഷം. അപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ തന്നെയായിരിക്കും സന്യയുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ഊർജ്ജം തോന്നുന്നു. ഇപ്പം റഫീഖ് അഹമ്മദ് സാറിൻ്റെ ഇത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഇനി സിനിമോട്ടോഗ്രാഫിയിലും കൂടെ പ്രതീക്ഷിക്കാം അല്ലേ? ഞാൻ കുറേശ്ശെ ജയൻ ചേട്ടൻ അവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊരാഗ്രഹമുള്ള മനുഷ്യനാണ്, കലയോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. വേറെ നമ്മളുടെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളോടാണല്ലോ താല്പര്യം കലകളിൽ, അതിൻ്റെ വേറിട്ടിട്ട് കലയോടുള്ള കുറച്ച് പേരുണ്ട് അവിടെ. ജയകൃഷ്ണൻ മാഷ്, കുക്കു വിനോദ്, മണികണ്ഠൻ അയ്യപ്പ, അവരൊക്കെ ഒരു ടീമാണ്. അപ്പോൾ അവിടെ വലിയ വയസ്സായിട്ടുള്ള പഴയ കലാകാരന്മാർ വന്നിട്ട് ഉള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പം മെഹഫില് നടത്തും. അപ്പോൾ ജയകൃഷ്ണ മാഷൊക്കെ എന്ന് വെച്ചാൽ കർശനാണ്. അപ്പോൾ അതിൻ്റെ ആ ഇത് വിട്ടിട്ട് അവിടെ കലയിൽ വെള്ളം ചേർക്കാനേ ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തഞ്ചത്തിനൊത്ത് നിന്നിട്ട് രസകരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് നല്ല നല്ല പാട്ടുകളുണ്ട്. അത്രയെന്ന് പറഞ്ഞിട്ട് നല്ലയിടം ഓപ്പോള്, ശ്രീലോപ്പോള് അവരാണ് അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ജയേട്ടൻ്റെ ഒക്കെ ഒരു ബന്ധുക്കളുടെ ഇല്ലങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് പുറമെ ഉള്ള സാധനങ്ങളൊന്നും ഇവിടേക്ക് എക്യുപ്മെൻ്റായിട്ട് കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല. എന്തായാലും ഇനി ഈ യാത്ര ഇങ്ങനെ കൂടുതൽ രസകരമായി മുന്നോട്ട് പോട്ടെ. കാരണം നമ്മൾ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണല്ലോ നമ്മൾ എങ്ങനെയാണ് തിരിച്ചു വരുന്നത്, ഉയർക്കുന്നത് എന്നൊക്കെ. അപ്പം ഇനി ഇഷ്ടമുള്ള തരം ഫോട്ടോസും ഫോറൻസിക് ഫോട്ടോസും എന്താ പറഞ്ഞ നിറക്കൂട്ടുകൾ ചേർക്കണ പോലെയാണെന്ന് ഭഗവാനെ കരിഞ്ഞ ഡെഡ് ബോഡി കണ്ടിട്ട് ഒരു പെൺകുട്ടി പറയുന്നു, രസമുണ്ട് കേൾക്കാൻ. അപ്പോൾ അല്ലാതെ നല്ല സന്തോഷമുള്ള നിമിഷങ്ങളും എല്ലാം പകർത്തി വലിയ സ്ക്രീനിൽ ഈ പേരൊരിക്കൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ.
ഒരുപാട് സന്തോഷമുണ്ട് സനിയ ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. പിന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതിന് സന്നിയുടെ പ്രിയതമൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എന്നാലും ഓഡിയൻസിനോടും കൂടി പറയണം, സിനിലിന് ഒരു പ്രത്യേക സ്നേഹം എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൂടെ നടക്കുന്നതിൽ കാണുന്നത് തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം ഒത്തിരി കാര്യം വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല സത്യം.